ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഫ്രീ ആയി ഒരു ചിലവില്ലാതെ എങ്ങനെ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ കോഡിംഗ് അറിയണം, അത് ഹോസ്റ്റ് ചെയ്യാൻ പണം കൊടുത്ത് ഡൊമൈൻ വാങ്ങണം. എന്നാൽ ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം, അതേപോലെ തന്നെ ഹോസ്റ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാവുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ജിമെയിൽ അക്കൗണ്ടാണ്. ഇന്നത്തെ കാലത്ത് ജിമെയിൽ അക്കൗണ്ട് ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എന്നിരുന്നാലും ജിമെയിൽ ഇല്ലെങ്കിൽ നിങ്ങളൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക, ലൈക്ക് ക്രോം, മോസില്ല, എഡ്ജ്, സഫാരി. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് ജിമെയിൽ അക്കൗണ്ടിൽ സൈൻ ചെയ്യുക. ഏത് ബ്രൗസറിൽ നിന്നാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ബ്രൗസറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് സൈൻ ചെയ്യുക. ജിമെയിൽ അക്കൗണ്ട് സൈൻ ചെയ്ത ശേഷം അതേ ബ്രൗസറിൽ തന്നെ നിങ്ങൾ എന്ത് സെർച്ച് ചെയ്യുക, ഗൂഗിൾ സൈറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിൽ നിങ്ങൾക്ക് ഈ വിൻഡോ കാണുന്ന പോലെ എന്തുണ്ടാവും, ഗൂഗിൾ സൈറ്റ് എന്ന ലിങ്ക് കാണും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത ശേഷം കാണുന്ന പോലത്തെ ഒരു വിൻഡോ ആണ് വരിക. ഈ കാണുന്ന വിൻഡോയിൽ നിങ്ങൾ കാണാം, അതിൽ കുറേ പ്രൊജക്റ്റ്, ഫാമിലി അപ്ഡേറ്റ്, പോർട്ട്ഫോളിയോ, ഈവൻറ്റ്സ്, ഹെൽപ്പ് സെൻറ്റർ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ടെംപ്ലേറ്റ്സ് ആണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് മുകളിലത്തെ ഭാഗത്തുനിന്ന് ടെംപ്ലേറ്റ്സ് സെർച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിപ്പോൾ ഒരു ബ്ലാങ്ക് സൈറ്റാണ് എടുക്കുന്നത്. ആ ബ്ലാങ്ക് സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ നിങ്ങൾക്ക് കാണാം യുവർ പേജ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ അത് ഡിലീറ്റ് ആവുന്നതാണ്. ഞാനിപ്പോൾ വെൽക്കം മൈ സൈറ്റ് എന്ന ടൈറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് പേജുകൾ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എബൌട്ട് എന്ന് പറഞ്ഞൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അവിടെ നിങ്ങൾക്കൊരു പേര് കൊടുക്കുക, പേജിനൊരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ എബൌട്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ആ എബൌട്ട് എന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാം മുകളിലായിട്ട് എബൌട്ട് എന്ന് പറഞ്ഞിട്ട് ഹോമിൻ്റെ അരിയായിട്ട് എന്തുണ്ട്, ഒരു ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ബോക്സ്, ഇമേജ്, എംബഡഡ് കോഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കോഡിങ് അറിയാവുന്നതാണെങ്കിൽ അതിൽ കോഡ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത കോഡ് കിട്ടും, എംബഡഡ് കോഡ് കിട്ടും, അത് നിങ്ങൾക്ക് ആഡ് ആവുന്നതാണ്. ഡ്രൈവ് ലിങ്ക്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിൽ എന്തെങ്കിലും ഡാറ്റാസ് ഉണ്ട് അത് നിങ്ങൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനത്തെ കുറേ ഓപ്ഷൻ ഉണ്ട്. പിന്നെ കണ്ടൻറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് താഴെ കാണാം. അതുകൂടാതെ കൊളാപ്സ്, ടാബിൾ, സോഷ്യൽ ലിങ്ക്, പ്ലേസ് ഹോൾഡർ, യൂട്യൂബ്. നിങ്ങൾ യൂട്യൂബ് വീഡിയോ വേണ്ടിക്ക് ഈ സൈഡിലേക്ക് നേരെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് ഇവിടുന്ന് നിന്ന് നിങ്ങൾക്ക് പ്ലേ ആവുന്നതാണ്. പിന്നെ കലണ്ടർ ഉണ്ട്, മാപ്പ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഇതിലേക്ക് ആഡ് ആവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ, എൻ്റെ ചാനലിലൊരു വീഡിയോ എങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ നോക്കാം. അതിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ ആ ഒരു ഇൻസേർട്ടിൽ പോയിട്ട് യൂട്യൂബ് എന്ന് പറഞ്ഞ ലിങ്ക് ഇത് ക്ലിക്ക് ചെയ്യുക, ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണാം വീഡിയോ സെർച്ച് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഇതുണ്ടെങ്കിൽ അപ്ലോഡ് കൊടുക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ലിങ്ക് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ലിങ്ക് എടുക്കാനായി ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, എൻ്റെ ചാനലിലേക്ക് പോവുകയാണ്. ഞാനപ്പോൾ യൂട്യൂബ് എടുത്തു. യൂട്യൂബിലും എൻ്റെ ചാനലിലേക്ക് പോയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, എൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കാണിച്ചു തരുന്നത്. ആ ഇൻട്രോ വീഡിയോ എന്ത് ചെയ്യുന്നു, ഇൻട്രോ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. ഓക്കെ, അത് ഷെയർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ലിങ്ക്, കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കാണാം. ആ കോപ്പി ലിങ്ക് ഞാൻ എടുത്തു, കോപ്പി ചെയ്യുന്നു, നേരെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അവിടെ ലിങ്ക് അവിടെ ടെക്സ്റ്റ് ബോക്സിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ ആ വീഡിയോ അതിലേക്ക് ഇമ്പോർട്ടായി. ഞാൻ ആ വീഡിയോ സെലക്ട് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു, അവിടെ ആ വീഡിയോ വന്നായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇത് വേണ്ടിക്ക് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് എവിടെയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം സെൻട്രലായി വെച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ തീം എന്ന് പറഞ്ഞിട്ടൊരു മെനു കാണാം. ആ മെനു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൻ്റെ തീം ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കസ്റ്റം ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഗൂഗിളിൻ്റെ തന്നെ തീം ഇതിലുണ്ടാവും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യുമ്പോൾ കാണാം മാറി മാറി വരുന്നത്.
അടുത്തായിട്ട് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യാൻ നോക്കാം. നമ്മളപ്പോൾ എന്താ വേണമെന്ന് വെച്ചാൽ അവിടെ മുകളിലായിട്ട് കാണാൻ നിങ്ങൾക്ക് പബ്ലിഷ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ നിങ്ങൾക്ക് ഈ സൈറ്റിന് എന്താണോ പേര് വേണ്ടത് ആ പേരാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ടെമ്പററി ആയിട്ടൊരു പേര് തൽക്കാലമായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എനിമോർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് കസ്റ്റം ഡൊമൈൻ, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഡൊമൈനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡൊമൈൻ്റെ പേര് കൊടുക്കാവുന്നതാണ്. അത് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കാണ് ഇവിടെ റിക്വസ്റ്റ് പബ്ലിക് സെർച്ച് എൻജിൻ നോട്ട് ടു ഡിസ്പ്ലേ മൈ സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ അൺടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ടിക്ക് ചെയ്യാണ് എൻ്റെ ഇത് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടണ്ട എന്നുള്ളത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ സൈറ്റ് കിട്ടണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ടിക്ക് ചെയ്യാണ്ട് ഒഴിവാക്കണം. അതായത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലേ, അതേപോലെ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ ഉള്ളത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പബ്ലിഷിൻ്റെ മെനുവിൻ്റെ അവിടെ ഒരു എറോ കീ ഉണ്ടാവും, അത് പ്രസ് ചെയ്തിട്ട് വ്യൂ പബ്ലിഷ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കുക. വ്യൂ പബ്ലിഷ്ഡ് സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത സൈറ്റിൻ്റെ ഒരു ഡെമോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, നിങ്ങൾക്ക് ഈ ലിങ്ക് എവിടെ വേണ്ടെങ്കിലും കോപ്പി ചെയ്ത് അതായിരിക്കും വേണ്ടെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ലിങ്ക് എവിടെ നിങ്ങളെ യൂട്യൂബ് ലിങ്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID ലിങ്കിലോ എവിടെ വേണമെങ്കിൽ നിങ്ങൾ ഈ സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ സൈറ്റ് .google.com എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ആ ഡൊമൈനിലാണ് നമ്മൾ ഈ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഡൊമൈന് വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ടൊക്കെ ഡൊമൈൻ വാങ്ങിക്കണം. ഇതിപ്പോൾ ഗൂഗിളിൻ്റെ ഫ്രീ ആയതുകൊണ്ട് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് എന്തായാലും അങ്ങനെ ഒരു ഡൊമൈനാണ് ഉണ്ടാവുക. അതിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഈ പേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.